കുളി കഴിഞ്ഞ് ഇന്ദുലേഖ വരുമ്പോഴേക്ക് നേരം നല്ല വെളിച്ചമായിരിക്കുന്നു. മാധവനെ കണ്ട് മുകളിലേക്ക് ഒന്നിച്ചു കൂട്ടിക്കൊണ്ടുപോയി. ചായ കുടിക്കാൻ ക്ഷണിച്ചു. ചായ താൻ കുടിച്ചു വേണ്ടെന്ന് പറഞ്ഞു. പിന്നെയും ഇന്ദുലേഖയുടെ നിർബന്ധത്താൽ അല്പം കുടിച്ചു. രണ്ടുപേരും ഓരോ കസാലയിൽ ഇരുന്നു. ഇന്ദുലേഖ: ഇനിയിന്ന് നായാട്ടിന് പോവാൻ തരമില്ലല്ലോ. മാധവൻ: ഇന്ദുലേഖയ്ക്ക് കുട്ടിക്കളി മാറിയിട്ടില്ലെങ്കിൽ കളിപ്പാൻ വേറെ ആളെ അന്വേഷിച്ചോളൂ. എനിക്കിത് സഹിപ്പാൻ പാടില്ലാതെയായിരിക്കുന്നു. ഇന്ദുലേഖ: എന്താണ് സഹിപ്പാൻ പാടില്ലാത്തത്? നായാട്ടോ? മാധവൻ: ഞാൻ വെളിവായിട്ട് പറയാം. ഇന്ദുലേഖ: വരട്ടെ, അത്ര വെളിവായിട്ട് പറയണമെന്നില്ല. മാധവൻ നല്ല ധീരനാണെന്ന് ഞാൻ മുമ്പ് വിചാരിച്ചു. മാധവന്റെ ഇപ്പോഴത്തെ ഗോഷ്ഠികൾ കാണുമ്പോൾ എൻ്റെ അഭിപ്രായം തെറ്റാണെന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നു. മാധവൻ: എനിക്ക് ഈ കാര്യത്തിൽ ധൈര്യമില്ല. ഇന്ദുലേഖ സാധാരണ ദിക്കിൽ കാണാറുള്ള മാതിരി ഒരു കുട്ടിയാണ് ഞാനെന്ന് ശങ്കിക്കേണ്ട. ഞാൻ ഇതുവരെ യാതൊരു ദുർമര്യാദയിലും ലേശം പ്രവേശിക്കാത്തവനാണ്. എനിക്ക് സ്ത്രീകളിൽ ചാബല്യം ഇന്ദുലേഖയെ കാണുന്നതിന് മുമ്പ് ഉണ്ടായിട്ടേയില്ല. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഉണ്ടാകുന്ന ചാബല്യത്തിന് ഇത്രയധികം ശക്തി. ഇനിയും ഇന്ദുലേഖ എന്നെ ചലിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ ഈ ദിക്കിൽ ഇരിപ്പാൻ തന്നെ ഭാവമില്ല. ഇന്ദുലേഖ: അപ്പോൾ വേറെ ദിക്കിൽ പോയാൽ ഈ വിചാരം ഉണ്ടാവുകയില്ല അല്ലേ? അതിൻ്റെ താല്പര്യം കാണുമ്പോഴേ ഈ അനുരാഗവും ഗോഷ്ഠികളും ഉണ്ടാവുന്നുള്ളൂ എന്നാണ്. മാധവൻ: അങ്ങനെയല്ല അതിൻ്റെ താല്പര്യം. ഇന്ദുലേഖയുമായി എനിക്ക് ഹിതപ്രകാരം ഇരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ രാജ്യവും വീടും എനിക്ക് വേണ്ട എന്നാകുന്നു ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്ദുലേഖ: ആട്ടെ, ശരി. മാധവന് എന്നോട് ഇത്ര അനുരാഗമുണ്ടായിട്ടും എനിക്ക് മാധവനോട് ലേശം അനുരാഗമില്ലെങ്കിലോ? പിന്നെ മാധവൻ എന്നോട് പ്രിയമുണ്ടാകുമോ? മാധവൻ: എന്നോട് ഇന്ദുലേഖയ്ക്ക് അനുരാഗമില്ലെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കയില്ല. ഇന്ദുലേഖ: പിന്നെ എന്താണ് ഈ തടസ്സം? മാധവൻ: തടസ്സമോ? ഇന്ദുലേഖ: അതെ, തടസ്സം എന്താണ്, പറയൂ. മാധവൻ: പറയാം. ഈ തടസ്സത്തിന് കാരണം ഞാൻ വിചാരിക്കുന്നത്, ഒന്നാമത് ഞാൻ വലിയ സ്ഥിതിയിൽ ഇനിയും ആയിട്ടില്ലെന്ന് ഇന്ദുലേഖ വിചാരിക്കുന്നത് കൊണ്ട്. രണ്ടാമത് വേറെ വളരെ യോഗ്യരായ ധനികന്മാരും പ്രഭുക്കളും മഹാരാജാക്കന്മാരും ഇന്ദുലേഖയെ കാക്ഷിച്ച് ഇരിക്കുന്നു എന്ന് ഇന്ദുലേഖയ്ക്ക് അറിവുള്ളതുകൊണ്ട്. ഇന്ദുലേഖ: മാധവൻ ഇത്ര ശപ്പനാണെന്ന് ഞാൻ ഇതുവരെ വിചാരിച്ചില്ല. എന്നെ കാക്ഷിക്കുന്ന യോഗ്യരിലും മഹാരാജാക്കന്മാരിലും എനിക്ക് ഭ്രമമുണ്ടെങ്കിൽ എനിക്ക് അവരിൽ ഒരാളെ ഇതുവരെ ഭർത്താവാക്കിക്കൂടായിരുന്നുവോ? ഈ വിധം ഭോഷത്വം പറഞ്ഞത് ആശ്ചര്യം. എനിക്ക് ഈ കാര്യത്തിൽ ധനവും പുല്ലും സമമാണ്. എൻ്റെ മനസ്സിന് അഭിരുചി തോന്നുന്നവൻ എൻ്റെ ഭർത്താവെന്ന് മാത്രമാണ് ഞാൻ നിശ്ചയിച്ചിട്ടുള്ളത്. മാധവൻ: അങ്ങനെ അഭിരുചി ഇതുവരെ ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇന്ദുലേഖ: ഉണ്ടെങ്കിൽ അത് ശപ്പനായ മാധവനോട് ഞാനിനി എന്തിനു പറയണം? മാധവൻ: എന്തിനാണ് എന്നെ ശകാരിക്കുന്നത്? ഇതും കൂടി വേണമോ? ഇന്ദുലേഖ: മതി മതി, മഹാരസികൻ തന്നെ മാധവൻ. എനിക്ക് മാധവനിൽ അനുരാഗമുണ്ടെന്ന് മാധവന് ബോധ്യമാണ്. എന്നാലും മഹാരാജാക്കന്മാരും പ്രഭുക്കളും എന്നെ ആവശ്യപ്പെടുന്നത് കൊണ്ട് എൻ്റെ അനുരാഗത്തിനും മനസ്സിനും വിരോധമായി അവരിൽ ആരെയെങ്കിലും സ്വീകരിച്ചു കളയും എന്ന് വിചാരിക്കുന്നു അല്ലേ? കഷ്ടം! ഇത്ര ബുദ്ധിഹീനനാണ് മാധവൻ. കഷ്ടം! ഇത്ര നിസ്സാരയായ ഒരു സ്ത്രീയാണ് ഞാനെന്ന് വിചാരിച്ചു പോയല്ലോ. ഇങ്ങനെയാണെങ്കിൽ എന്നിൽ മാധവന് എങ്ങനെ ഇത്ര പ്രിയമുണ്ടായത്? ഈ വാക്കുകൾ കേട്ടപ്പോൾ മാധവന് കണ്ണിൽ ജലം നിറഞ്ഞു. സന്തോഷം കൊണ്ടോ ബഹുമാനം കൊണ്ടോ വ്യസനം കൊണ്ടോ ഈ അശ്രുക്കൾ ഉണ്ടായത് എന്ന് എൻ്റെ വായനക്കാർ ആലോചിച്ചു നിശ്ചയിക്കേണ്ടതാണ്. ഇന്ദുലേഖ: എന്താണ് ഉത്തരം മുട്ടിയാൽ കരയുന്നത്? മാധവൻ: ഉത്തരമില്ലാഞ്ഞിട്ടല്ല. എനിക്ക് എല്ലായ്പ്പോഴും ഓരോന്ന് പറഞ്ഞ് തർക്കിച്ചും കൊണ്ടിരിപ്പാൻ സുഖമില്ല. ഇന്ദുലേഖ ബുദ്ധിമുട്ടിച്ചിട്ടാണ് ഞാനിവിടെ ഇരുന്നതിൻ്റെ ശേഷം ഒരു വാക്കെങ്കിലും മധുരമായി എന്നോട് പറഞ്ഞിട്ടില്ല. എല്ലാം വക്രോക്തികൾ തന്നെ. മലയാളത്തിൽ പെണ്ണുങ്ങൾക്ക് പുരുഷന്മാരെ ഇട്ട് വലപ്പിക്കുന്നതിൽ വളരെ സ്വതന്ത്രതയും ഇടയും ഉള്ളതുകൊണ്ട് പുരുഷന്മാർ സങ്കടം അനുഭവിക്കുക എന്നേ വരൂ. ഇന്ദുലേഖ: എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ വാക്കുകളെ മധുരമാക്കേണ്ടത്? കുറെ തേൻ കുടിച്ചിട്ട് വാക്ക് പറയട്ടെ? അല്ലെങ്കിൽ ഞാൻ വാക്ക് പറയുമ്പോൾ മാധവൻ കുറെ തേൻ കുടിച്ചുകൊണ്ടിരിക്കൂ, എന്നാൽ മധുരം തോന്നും.
വല്ല ശപ്പത്തരവും പറഞ്ഞ് അതിന് നല്ല ഉത്തരം കിട്ടുമ്പോൾ ഉത്തരം പറയുന്ന ആളുടെ വാക്കിന് മധുരമില്ല, പുളിക്കുന്നു എന്നും മറ്റും പറഞ്ഞാൽ ആര് സമ്മതിക്കും? എന്താണ് മലയാള സ്ത്രീകൾക്ക് ദോഷം പറഞ്ഞത്? പുരുഷന്മാരെ ഉപദ്രവിക്കാൻ വളരെ കഴിയുന്നവരാണെന്നോ? മാധവൻ: അത്രമാത്രമല്ല. മലയാളത്തിലെ സ്ത്രീകൾ അന്യരാജ്യങ്ങളിലെ സ്ത്രീകളെ പോലെ പാതിവ്രത്യ ധർമ്മം ആചരിക്കുന്നില്ല. ഭർത്താക്കന്മാരെ യഥേഷ്ടം എടുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നെയും പല സ്വതന്ത്രതകളുണ്ട്. അതുകൊണ്ട് മലയാള സ്ത്രീകൾക്ക് ഗർവ് വളരെയധികമുണ്ട് എന്നാണ് പറഞ്ഞത്. ഇന്ദുലേഖ: ശിക്ഷ! അതിമനോഹരമായ വാക്കു തന്നെ. മാധവന് ഇത്രയൊക്കെ പഠിപ്പും അറിവും ഉണ്ടായിട്ട് ഇങ്ങനെയാണ് മലയാള സ്ത്രീകളെക്കുറിച്ച് അഭിപ്രായമായത്. ഇത് ആശ്ചര്യം തന്നെ. ഈ സംഗതിയിൽ ബുദ്ധിയുള്ള ഒരു മലയാള സ്ത്രീ മാധവനോട് താഴെ പറയുന്ന പ്രകാരം ഉത്തരം പറയും. എന്താണ് പറഞ്ഞത്? മലയാള സ്ത്രീകൾ പാതിവ്രത്യധർമ്മം ആചരിക്കുന്നില്ലെന്നോ? കഷ്ടം! ഇതര രാജ്യങ്ങളിലുള്ള സ്ത്രീകളെ പോലെ മലയാള സ്ത്രീകളും ധാരാളമായി പതിവ്രതാധർമ്മം ആചരിക്കുന്നുണ്ട്. അസംഖ്യം സ്ത്രീകൾ ആചരിക്കുന്നുണ്ട്. ഒരു സ്ത്രീ പതിവ്രതാധർമ്മം ആചരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവൾ വ്യഭിചാരിയാണെന്നാകുന്നു അർത്ഥം. കേരളത്തിലെ സ്ത്രീകളെല്ലാം അല്ലെങ്കിൽ അധികപക്ഷവും വ്യഭിചാരികളാണെന്ന് മാധവൻ പറയുന്നുവോ? അങ്ങനെ പറയുന്നുവെങ്കിൽ അത് ഞാൻ വിശ്വസിക്കയില്ല. നിശ്ചയം. വ്യഭിചാരം എങ്ങും ഏത് ജാതിയിലും ഉണ്ടാവാം. എന്നാൽ ഞങ്ങൾ നായന്മാരുടെ സ്ത്രീകൾ അന്തർജനങ്ങളെ പോലെ അന്യജനങ്ങളോട് സംസാരിക്കാതെയും വിദ്യാഭ്യാസം ചെയ്യാതെയും ശുദ്ധ മൃഗപ്രായമായി നടക്കുന്നില്ലാത്തത് കൊണ്ട് വ്യഭിചാരികളാണെന്നോ പതിവ്രതാധർമ്മം ഇല്ലെന്നോ മാധവൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത്ര അബദ്ധമായ വിചാരം വേറെ യാതൊന്നുമില്ല. യൂറോപ്പ്, അമേരിക്ക മുതലായ രാജ്യങ്ങളിലെ സ്ത്രീകളുടെ സ്ഥിതി ആലോചിച്ചു നോക്കൂ. ഈ രാജ്യങ്ങളിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പഠിപ്പ്, അറിവ്, സ്വതന്ത്രത ഇതെല്ലാം ഒരുപോലെയല്ലേ? ഈ സ്ത്രീകളെല്ലാം വ്യഭിചാരികളോ? ഈ ദിക്കിൽ ഒരു സൗന്ദര്യമുള്ള സ്ത്രീക്ക് വല്ല വിദ്യാഭ്യാസവും ഉണ്ടായാൽ അവളുമായി സംസാരിച്ച് വിനോദിപ്പാൻ പോകുന്ന എല്ലാ പുരുഷന്മാരും അവളുടെ രഹസ്യക്കാരാണെന്ന് ക്ഷണേന ഊഹിച്ചു കളയുന്നു. ഇതിൽ എത്ര കണ്ട് സത്യമുണ്ട്? സംഗീതവിദ്യ പരിചയിച്ച ഒരു സ്ത്രീ പാടുന്നത് കേൾപ്പാൻ ഒരു 10 പുരുഷന്മാർ ഒന്നായി ചെന്ന് ഇരുന്ന് കേട്ടുപോന്നാൽ ആ 10 പുരുഷന്മാരും അവളുടെ ജാരന്മാരായി എന്ന് പറയും വിഡ്ഢികളായ നിങ്ങൾ. പുരുഷന്മാർ അങ്ങനെ തന്നെ എന്ന് നടിക്കുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങൾ തന്നെ ചെയ്യുന്നതിന് ഞങ്ങൾ വിചാരിച്ചാൽ എന്ത് നിവൃത്തിയാണുള്ളത്? നിങ്ങൾ പുരുഷന്മാർ തൻ്റെയിടമുള്ളവരാണെങ്കിൽ സ്വജാതി സ്ത്രീകൾക്ക് ഈ വിധം അപമാനമുണ്ടാക്കുവാൻ ഇടവരുത്തുമോ? ഒരു സ്ത്രീക്ക് പതിവ്രതാധർമ്മത്തെ അശേഷം കളയാതെ അന്യപുരുഷന്മാരുമായി പല വിധത്തിലും വിനോദിപ്പാനും രസിപ്പാനും സംഗതികളും സ്വതന്ത്രതകളും ഉണ്ടാവാം. അങ്ങനെ വിനോദിക്കുന്നതും രസിക്കുന്നതും എല്ലാം വ്യഭിചാരത്തിനുള്ള ഏക വിചാരത്തിന്മേലാണെന്ന് ദുർബുദ്ധികൾ ധരിച്ച് വെറുതെ കേരളീയ സുന്ദരിമാരെ അപമാനിക്കുന്നതിൽ മാധവൻ കൂടി ചേർന്നത് എനിക്ക് അത്യത്ഭുതമായിരിക്കുന്നു. എൻ്റെ വിചാരത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ മൃഗങ്ങളെ പോലെ വളർത്തിക്കൊണ്ട് വരുന്നതാണ് വ്യഭിചാരത്തിന് അധികവും ഹേതു എന്നാകുന്നു. ഒരു പശുവിനോ ശ്വാവിനോ വ്യഭിചാരത്തിൽ ലജ്ജയുണ്ടോ? എന്നാൽ പഠിപ്പും അറിവും ഉള്ളവർക്ക് ഒരു കാലവും വ്യഭിചാരത്തിൽ ശക്തി വരാൻ പാടില്ലെന്നല്ല ഞാൻ പറയുന്നത്. ദുർബുദ്ധിയും ദുർവ്യാപാരവും എത്ര പഠിപ്പുള്ളവർക്കും ചിലപ്പോൾ ഉണ്ടാവാം. അത് ഉണ്ടാവുന്നത് പഠിപ്പ് കൊണ്ടും അറിവ് കൊണ്ടുമാണെന്ന് ചില ഭോഷന്മാർ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. പഠിപ്പും അറിവും ഈ വക ദുർബുദ്ധിയെ നശിപ്പിക്കാനുള്ള മുഖ്യ കാരണങ്ങളാണ്. ഭർത്താവിനെ ഇഷ്ടം പോലെ എടുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ എന്ന് മാധവൻ ഒരു ദോഷം പറയുന്നുണ്ട്. മര്യാദയില്ലാത്ത ചില സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇങ്ങനെ ചെയ്യുവാനുള്ള ഒരു സ്വതന്ത്രത ഞങ്ങൾക്കുള്ളത് എത്രയോ ശ്ലാഘനീയമായ ഒരവസ്ഥയാണ്. യൂറോപ്പിൽ കൂടി ഈ സ്വതന്ത്രതയില്ല. യൂറോപ്പിലുള്ള ബുദ്ധിശാലികളായ ചില ആളുകളും അമേരിക്ക രാജ്യത്തിലുള്ള വളരെ മഹാന്മാരും ഈ സ്വതന്ത്രത എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണെന്ന് അഭിപ്രായപ്പെട്ടതായി ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ സ്വതന്ത്രത ഇല്ലായ്കയാൽ എത്ര ഭാര്യാഭർത്താക്കന്മാർ ദിവസം പ്രതി യൂറോപ്പിലും ഇന്ത്യയിലും സങ്കടമനുഭവിക്കുന്നു. ഈ സ്വതന്ത്രതയെ ദുർവൃത്തിയായി ഉപയോഗിക്കാതെ ശരിയായി ആവശ്യമുള്ള ദിക്കിൽ മാത്രം ഉപയോഗിച്ചു വന്നാൽ അത് സ്ത്രീ പുരുഷന്മാർക്ക് വളരെ ഉപകാരമായി വരുന്നതാണ്. ഈ സ്വതന്ത്രത ഉണ്ടെന്ന് വെച്ച് മലയാളത്തിൽ എത്ര സ്ത്രീകൾ ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കുന്നുണ്ട്? എത്ര ഭർത്താക്കന്മാർ ഭാര്യമാരെ ഉപേക്ഷിക്കുന്നുണ്ട്?
ഈ മാതിരി എത്ര കാര്യങ്ങൾ കഴിഞ്ഞ 10 കൊല്ലങ്ങളിൽ ഈ മലയാളത്തിലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് മാധവന് കൃത്യമായ ഒരു കണക്കെടുപ്പാൻ കഴിയുമെങ്കിൽ അപ്പോൾ തോന്നും 1000-ൽ ഒന്നുകൂടി ഉണ്ടായി എന്ന് പറവാൻ സംശയിക്കേണ്ടതാണെന്ന്. ചിലപ്പോൾ ചില ദിക്കിലുണ്ടാകും, അതിന് കാരണങ്ങളും ഉണ്ടായിരിക്കും. അകാരണമായും ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാളുടെ ദുർബുദ്ധിയാലും ദുർലഭം ഉണ്ടായി എന്ന് വന്നേക്കാം. എന്നാൽ അവ കേരളീയ സ്ത്രീകൾക്ക് സർവ്വസാധാരണയാണെന്ന് പറഞ്ഞ് ഞങ്ങളെ മാത്രം അപമാനിക്കുന്നത് കഷ്ടമാണ്. ഈ സ്വതന്ത്രത ഉണ്ടാവുന്നത് നല്ലതാണ്. എന്നാൽ അത് വേണ്ട ദിക്കിലേ ഉപയോഗിക്കാവൂ. ചിലപ്പോൾ ചിലർ വേണ്ടാത്ത ദിക്കിലും ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് അപമാനവും സിദ്ധിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ അത് ആ സ്വതന്ത്രതയുടെ ദോഷമല്ല, അതിനെ തെറ്റായി ഉപയോഗിക്കുന്നതിനാലുള്ള ദോഷമാണ്. അതുകൊണ്ട് മാധവന് എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ എൻ്റെ മുഴുവൻ വർഗക്കാരിൽ ഈ ദൂഷ്യാരോപണം ചെയ്യുവാൻ ഞാൻ സമ്മതിക്കുകയില്ല, നിശ്ചയം തന്നെ. മാധവൻ: ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടപ്പോൾ എല്ലാം യഥേഷ്ടം അന്യോന്യമുള്ള സംബന്ധം വിടർത്താൻ അവരിരുവരിൽ ആർക്കെങ്കിലും അധികാരമുണ്ടായി വരുന്നത് നല്ല സ്വതന്ത്രതയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ നിലയായാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംബന്ധം ഒരു കരാറിനാൽ ഉണ്ടാവുന്ന സംബന്ധം പോലെയായി. അതിൽ ഒരു രുചിയും ശ്ലാഘ്യതയും എനിക്ക് തോന്നുന്നില്ല. ഇന്ദുലേഖ ചിരിച്ചും കൊണ്ട്: എന്നാൽ മലയാള മാതിരിയുള്ള സംബന്ധത്തിൽ മാധവന് രുചിയില്ലായിരിക്കും അല്ലേ? മാധവൻ: ഇല്ല. ഇന്ദുലേഖ: അങ്ങനെയാണെങ്കിൽ മുമ്പ് പറഞ്ഞില്ലേ അന്യരാജ്യത്തെങ്ങാനും പൊയ്ക്കളയാമെന്ന്? അങ്ങനെ ചെയ്തോളൂ, അതാണ് നല്ലത്. മാധവൻ: അതിന് തന്നെയാണ് ഭാവം. ഇന്ദുലേഖയ്ക്ക് അതിന് സമ്മതം തന്നെയോ? ഇന്ദുലേഖ: എൻ്റെ സമ്മതം എന്തിനാണ്? മാധവൻ: ഇന്ദുലേഖ എൻ്റെ ഭാര്യയായിരിക്കുമെങ്കിൽ എനിക്ക് മലയാളം തന്നെയാണ് സ്വർഗം. ഇന്ദുലേഖ: അപ്പോൾ മലയാള മാതിരി സംബന്ധം സാരമില്ലാത്ത മാതിരിയാണെന്നല്ലേ പറഞ്ഞത്? പിന്നെ അതിലെന്തിന് കാക്ഷിക്കുന്നു? മാധവൻ: അത് ഇന്ദുലേഖയ്ക്കും എനിക്കും സംബന്ധിക്കുകയില്ല. ഇന്ദുലേഖ: ശരി, നല്ല വാക്ക്. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ദുലേഖയുടെ അമ്മ മുകളിലേക്ക് വന്ന് രണ്ടാളെയും പരിഹാസം തുടങ്ങി. അപ്പോഴത്തെ സ്വകാര്യ സല്ലാപവും അന്നത്തെ നായാട്ടും മാധവന് മുടങ്ങുകയും ചെയ്തു. ഇനി ഈ പൂർവകഥ ചുരുക്കി പറയുന്നു. മാധവന് ക്രമേണ വ്യഥ സഹിപ്പാൻ പാടില്ലാതെ ആയി തുടങ്ങി. ഭക്ഷണം, നിദ്ര ഈ വകയിൽ അശേഷം ശ്രദ്ധയില്ലാതെ ആയി എന്നു തന്നെ പറയാം. ഇന്ദുലേഖയുടെ മാളികയിൽ അത്ര അധികം പോയി ഇരിക്കാറുമില്ലാതായി. ഒരു ദിവസം ഇന്ദുലേഖയുമായി മാധവന്റെ അമ്മ പാർവതി അമ്മ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംഗതിവശാൽ മാധവന്റെ പ്രസ്താവം വന്നതിൽ മാധവന് എന്തോ അകാരണമായി ഒരു കുണ്ഠിതം കാണുന്നു എന്ന് പാർവതിയമ്മ പറഞ്ഞു. ഇന്ദുലേഖ: അകാരണമായിരിക്കയില്ല. പാർവതിയമ്മ: ഞാൻ ഒരു കാരണവും കാണുന്നില്ല. ചോറ് അവൻ ഉണ്ണുന്നില്ല. 2 നേരവും കൂടി കഷ്ടിച്ച് ഉരിയരി ചെല്ലുന്നില്ല. പാലോ ചായയോ ഒന്നും തന്നെ കഴിക്കുന്നില്ല. രാത്രി അവന് ഉറക്കവുമില്ലെന്ന് കൂടെയുള്ളവർ പറയുന്നു. എന്തോ നല്ല ദീനവും വന്ന് പിടിക്കുമോ എന്നറിഞ്ഞില്ല. ഇന്ദുലേഖ: എന്നാൽ ഞാനൊന്ന് ചോദിക്കാം, ഇങ്ങോട്ട് വരാൻ പറയൂ. പാർവതിയമ്മ പോയി മാധവനോട് പറഞ്ഞു. മാധവൻ ഇന്ദുലേഖയുടെ മാളികയിന്മേൽ ചെന്നു. ഇന്ദുലേഖ: എന്താ ഈയിടെ ഇങ്ങോട്ട് വരവൊന്ന് ചുരുങ്ങിയിരിക്കുന്നത്? മാധവൻ: വരാൻ എനിക്ക് മനസ്സിന് അശേഷം സുഖമില്ല. ഇന്ദുലേഖ: ഇവിടെ വരുമ്പോഴാണ് സുഖക്കേട്? മാധവൻ: അതെ, സുഖക്കേട് അധികമാകുന്നത് ഇവിടെ വരുമ്പോഴാണ്. സുഖക്കേട് സാധാരണ എല്ലായ്പ്പോഴും ഉണ്ട്. ഇന്ദുലേഖ: ഞാൻ മേൽ കഴുകാൻ പോകുന്നു. ആ കോച്ചിന്മേൽ ന്യൂസ് പേപ്പർ വായിച്ചു കിടക്കൂ. ഞാൻ ക്ഷണം വരാം, എന്നിട്ട് വിവരങ്ങൾ പറയാം. മാധവൻ കോച്ചിന്മേൽ കിടന്നു. ന്യൂസ് പേപ്പർ തൊട്ടില്ല. ഇന്ദുലേഖ ന്യൂസ് പേപ്പർ എന്തു പിഴച്ചു എന്ന് ചോദിച്ചു ചിരിച്ചും കൊണ്ട് മേൽ കഴുകാൻ താഴത്തിറങ്ങുമ്പോൾ മുകളിലേക്ക് ഒരു വാലിയക്കാരൻ മാധവന് ഒരു കമ്പി വർത്തമാന ലക്കോട്ടം കൊണ്ട് കയറുന്നത് കണ്ടു. എന്തോ പരീക്ഷയുടെ സംഗതിയായിരിക്കുമെന്ന് വിചാരിച്ച് ലക്കോട്ട് ഇന്ദുലേഖ സംശയം കൂടാതെ വാങ്ങി പൊളിച്ചു വായിച്ചപ്പോൾ ബഹു സന്തോഷമായി. ഉടനെ ഓടിക്കൊണ്ട് മുകളിൽ ചെന്ന് BL ജയിച്ചു എന്ന് പറഞ്ഞ് മാധവന്റെ അടുക്കെ കമ്പി വർത്തമാന കടലാസും കൊണ്ട് പോയി നിന്നു. മാധവൻ ശരി, നന്നായി എന്ന് മാത്രം പറഞ്ഞു. കടലാസ് വാങ്ങിയതേയില്ല. പിന്നെ ഒരക്ഷരവും ഉരിയാട്ടില്ല. കിടന്നിടത്ത് നിന്ന് ഇളകിയതേ ഇല്ല.
ഇന്ദുലേഖയുടെ ചന്ദ്രബിംബ സമമായ മുഖത്ത് ഒരു സങ്കടത്തോടുകൂടെ എന്ന പോലെ നോക്കിക്കൊണ്ട് കിടന്നതേയുള്ളൂ. ഇത് കണ്ടപ്പോൾ ഇന്ദുലേഖയ്ക്ക് അതികഠിനമായ ഒരു വ്യഥ ഉണ്ടായി എങ്കിലും അതിനെ ധൈര്യത്തോടെ അടക്കി. ഇന്ദുലേഖ: ഇതെന്ത് കഥയാണ് ഒരു വ്യസനഭാവം കാണുന്നത്? BL 1-ാം ക്ലാസ്സിൽ ഒന്നാമനായി ജയിച്ചു എന്നറിയിച്ചാൽ ഇത്ര വ്യസനമോ? ഇങ്ങനെ അനാസ്ഥയായി കിടക്കുന്നത് ആശ്ചര്യം, ആശ്ചര്യം. മാധവൻ: എനിക്കില്ല. BL പാസ്സായാലും ഇല്ലെങ്കിലും എല്ലാം എനിക്ക് ഒരുപോലെ. ഇന്ദുലേഖ: ജയിച്ച വിവരം ഞാൻ പോയി വലിയച്ഛനോടും നമ്മൾ രണ്ടാളുടെ അമ്മമാരോടും പറയട്ടെ. ഞാൻ തന്നെ ഓടിപ്പോയി പറയും, അവർക്കെങ്കിലും സന്തോഷമുണ്ടാകും. മാധവൻ: എന്തിന് ഇന്ദുലേഖ ഇത്ര ബുദ്ധിമുട്ടുന്നു? അവരോടൊക്കെ ഞാൻ തന്നെ പോയി സാവധാനത്തിൽ പറയാമല്ലോ. എന്താണ് ബദ്ധപ്പാട്? ഇന്ദുലേഖ: ഞാൻ തന്നെ ഈ ക്ഷണം പോയി പറയും. ടെലിഗ്രാം വായിക്കണ്ടേ? ഇതാ നോക്കൂ. മാധവൻ: എനിക്ക് വായിക്കണമെന്നില്ല. എനിക്ക് ഈ BL പാസ്സായതിൽ ഒരു സന്തോഷവുമില്ല. ഇന്ദുലേഖ: അതെന്തുകൊണ്ട്? മാധവൻ: എൻ്റെ മനസ്സിൻ്റെ വ്യസനം കൊണ്ട്. ഇന്ദുലേഖ: BL പാസ്സായാൽ വ്യസനമാണോ? മാധവൻ: ഇന്ദുലേഖയ്ക്ക് ഇത്ര കഠിനമായ കല്ല് പോലത്തെ ഹൃദയമായത് ഞാൻ മുമ്പ് അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് നിർത്തി. ഇന്ദുലേഖ: അറിഞ്ഞിരുന്നുവെങ്കിൽ എന്താണ്? മുഴുവൻ പറയരുതേ. മാധവൻ: അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇന്ദുലേഖ: അറിഞ്ഞിരുന്നുവെങ്കിൽ എന്താണ്? ഇന്ദുലേഖ ഈ വാക്ക് പറഞ്ഞും കൊണ്ട് മാധവന്റെ സമീപത്തിൽ കുറെ കൂടി അടുത്തു നിന്നു. മാധവൻ: അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ സങ്കടവും നാശവും വരികയില്ലായിരുന്നു. ഇന്ദുലേഖ: സങ്കടവും നാശവും അല്ലേ? മാധവൻ: മനസ്സ് ഇത്ര നിർദ്ദയമായി പോയല്ലോ. ഇന്ദുലേഖ: ആട്ടെ, ആ വിവരം ഞാൻ വന്നിട്ട് പറയാം. BL ജയിച്ച വിവരം എനിക്ക് തന്നെ പോയി വലിയച്ഛനോടും നമ്മുടെ രണ്ടാളുടെയും അമ്മമാരോടും പറയണം. ഞാനിതാ പോവുന്നു. ഓടിപ്പോയി പറഞ്ഞു വരാം. ഇവിടെ തന്നെ കിടക്കൂ. പരീക്ഷയിൽ ജയിച്ചു എന്ന് വന്ന് പറഞ്ഞാൽ ഇങ്ങനെ സങ്കടപ്പെടുകയാണ് വേണ്ടത്? മാധവൻ: ഇന്ദുലേഖ എനിക്ക് വേണ്ടി ഇത്ര ബുദ്ധിമുട്ടണ്ട. എനിക്ക് ഈ പാസ്സായതിൽ ഒരു സന്തോഷവും ഇല്ല. എൻ്റെ ജീവനും ശരീരവും ഉടനെ വേർവിടണം എന്ന് ദൈവത്തോട് ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പ്രാണവേദനയിൽ എനിക്ക് എന്ത് പരീക്ഷ എന്ന് പറഞ്ഞപ്പോഴേക്ക് മാധവന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. മാധവന്റെ ഈ സ്ഥിതി കണ്ടപ്പോൾ ഇന്ദുലേഖയുടെ ഹൃദയം കഠിനമായി തപിച്ച് ദഹിച്ചുപോയി എന്നു തന്നെ പറയാം. തനിക്ക് തൽക്ഷണം ഒരു പ്രകാരത്തിലും അടക്കുവാൻ ശക്തിയില്ലാത്ത വിധം അത്യുത്കടമായി ഉണ്ടായ വ്യസന അനുരാഗങ്ങളാൽ കേവലം പരവശയായി ഇന്ദുലേഖ കോച്ചിന്മേലേക്ക് അടുത്തു ചെന്ന് മാധവന്റെ അതികോമളമായ മുഖം തൻ്റെ ചന്ദ്രവദനത്തിൽ ചേർത്ത് ദീർഘനിശ്വാസത്തോടെ അധരങ്ങളാൽ ഒരു ചുംബനം ചെയ്തു. എൻ്റെ ജീവനാഥനായുള്ള ഭർത്താവേ, എന്തിനിങ്ങനെ വ്യസനിക്കുന്നു? ഞാൻ അങ്ങേ 2 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ എൻ്റെ മനസ്സിൽ ഭർത്താവാക്കി വെച്ചിരിക്കുന്നുവല്ലോ. എൻ്റെ ശരീരവും മനസ്സും മുഴുവനും അങ്ങേ അധീനം. യഥേഷ്ടം സുഖമായി ഇരുന്നു കൊള്ളണം. എൻ്റെ മനസ്സ് ഇതുവരെ മാധവനെ ഒഴികെ ഒരാളെയും കാമിച്ചിട്ടില്ല, ഇനി കാമിക്കുന്നതുമല്ല എന്ന് പറഞ്ഞ് മാധവന്റെ മാറത്തു തന്നെ ഒരു നിമിഷനേരം കിടന്നു. മാധവന്റെ കണ്ണീർ തൻ്റെ കൈകൊണ്ട് തുടച്ചു. പിന്നെ എണീറ്റു നിന്നു. ഇന്ദുലേഖ ആദ്യം പറഞ്ഞ 2-4 വാക്കുകൾ മാത്രമേ മാധവൻ നന്നായി കേട്ടിട്ടുള്ളൂ. ഉടനെ ആനന്ദസമുദ്രത്തിൽ മുങ്ങിപ്പോയതിനാൽ ഒന്നും കേൾക്കാതെയും കാണാതെയുമായി. അല്പനേരം കഴിഞ്ഞ് സുബോധം വന്നതുപോലെ എഴുന്നേറ്റു. മാധവൻ: ഇനി ഞാൻ BL പാസ്സായി എന്ന് എല്ലാവരോടും പറഞ്ഞോളൂ. എനിക്ക് ഈ ജന്മം വരുന്ന സകല ശ്രേയസ്സുകളും അഭ്യുദയങ്ങളും ഇന്ദുലേഖ കൂടി എന്നോടുകൂടെ അനുഭവിക്കുന്നതായാലേ ഈ ഇഹലോക നിവാസത്തിന് ഞാൻ ഇച്ഛിക്കുന്നുള്ളൂ. അത് എനിക്ക് സാധ്യമായി. ഞാൻ മഹാഭാഗ്യവാൻ തന്നെ, സംശയമില്ല. ഇനി ഞാൻ പാസ്സായ വിവരം ഇന്ദുലേഖ തന്നെ പോയി അറിയിക്കുന്നതാണ് ഉത്തമം. ഇങ്ങനെയാണ് ഇവരുടെ അന്ധകരണ വിവാഹം മുമ്പ് തന്നെ കഴിച്ചു വെച്ചിരുന്നത്. എന്നാൽ ഇവർ തമ്മിൽ ചേർച്ചയായിരിക്കുന്നു എന്നും ഒരു സമയം മാധവൻ തന്നെയാണ് ഇന്ദുലേഖയുടെ ഭർത്താവായിരിക്കാൻ ഇടയുള്ളത് എന്നും പഞ്ചുമേനോൻ അറിഞ്ഞിട്ടുണ്ട്. തനിക്ക് അതിൽ വളരെ സുഖം തോന്നിയിട്ടില്ലെങ്കിലും കേവലം വിരസത അന്ന് ഭാവിച്ചിട്ടില്ലായിരുന്നു.